നമസ്കാരം, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നല്ല ഹൈഫൈ ക്വാളിറ്റിയുള്ള ഒരു ബേസിക് സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ് ഇന്നത്തെ വീഡിയോ കൂടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ കൊല്ലത്തുള്ള പ്രശാന്ത് ഏട്ടനാണ്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലുള്ള ആംപ്ലിഫയറുകൾ അസംബിൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രശാന്ത് ഏട്ടനെ കോൺടാക്റ്റ് ഉള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൊല്ലത്താണ് ലൊക്കേഷൻ വരുന്നത്, പേര് പ്രശാന്ത് എന്നാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്ത് ഇഷ്ടമുള്ള രീതിയിലുള്ള സ്റ്റീരിയോ 5.1 7.1 ആംപ്ലിഫയർ ഒക്കെ അസംബിൾ ചെയ്യാവുന്നതാണ്. നേരെ നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഹൈഫൈ ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീറ്റോ കോഡിയസിൻ്റെ LM3886 എന്ന് പറയുന്ന IC ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. ഈ ഒരു ICയെ പറ്റി ഈ ഒരു ഫീൽഡിലുള്ളവർക്ക് അറിയാം. നല്ല അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു IC ആണ്. കാരണം അങ്ങനെ കിട്ടാനുള്ള ഒരു IC അല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, പക്ഷേ ഇതിൽ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണ് ഈ ഒരു സ്റ്റീരിയോ ബോർഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ ടീറ്റോ കോഡിയസ് ഈ ഒരു ബോർഡ് ഇറക്കുന്നുണ്ട്. ഈ ഒരു ബോർഡിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ പവർ സപ്ലൈ സെക്ഷനും അതുപോലെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ സെക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിന് മാത്രമായിട്ട് ഏകദേശം 6000 രൂപയോളം വന്നിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞനുസരിച്ചാണ്, അല്ലെങ്കിൽ കസ്റ്റമർ വാങ്ങിച്ചു കൊടുത്ത അനുസരിച്ചാണ് ഈ ഒരു ആംപ്ലിഫയർ ഈ ഒരു രീതിയിൽ അസംബിൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചും അതുപോലെ തന്നെ എവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഏത് ടൈപ്പ് സ്പീക്കറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആംപ്ലിഫയർ കസ്റ്റമായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് തന്നെയാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ടീറ്റോ കോഡിയസിൻ്റെ LM3886 എന്ന് പറയുന്ന IC ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ക്യാബിനിലേക്ക് വരികയാണെങ്കിൽ 4.5 ഇഞ്ച് ഹൈറ്റ് വരുന്ന G-Techൻ്റെ ഒരു നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ക്യാബിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ അക്രിലിക് പാനലാണ് കാണാൻ കഴിയുന്നുണ്ട്. ബോസ് ഒഡീസ് എന്നുള്ള ബ്രാൻഡിങ് കാണാൻ കഴിയുന്നുണ്ട്. പുള്ളിയുടെ ഒരു ബ്രാൻഡ് നെയിമാണത്. ഒരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഫ്രണ്ട് പാനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോബ്സ് ഉപയോഗിച്ചിരിക്കുന്നതും ബേസിക് ആയിട്ടുള്ള പ്ലാസ്റ്റിക് നോബുകളാണ് ഉപയോഗിച്ചത്. അപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള നോബുകൾ ആണെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് 2-വേ ടോൺ കൺട്രോൾ സെക്ഷനാണ് ഈ ഒരു ആംപ്ലിഫയറിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബേസും ട്രിബിളും വോളിയം മാത്രമാണ് ഫ്രണ്ടിൽ കൺട്രോൾ ആയിട്ട് വരുന്നിട്ടുള്ളത്. ഇതിൻ്റെ USB മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാക്ക് അതുപോലുള്ള മറ്റ് ഫയലുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആണെന്ന് തോന്നുന്നു. ആ ടൈപ്പ് മൊഡ്യൂളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 750 ആ റേഞ്ച് ആണെന്ന് തോന്നുന്നു ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത്. 450 ഇപ്പം പ്രൈസ് കുറഞ്ഞിട്ടുണ്ടാവുക. മാർക്കറ്റിൽ കുറച്ച് നാളായിട്ട് അവൈലബിൾ ആയിട്ടുണ്ടാവും. ഒരു റെക്ടാങ്കിൾ ഷേപ്പ് വരുന്ന LCD ഡിസ്പ്ലേ വരുന്ന ഒരു ബ്ലൂടൂത്ത് USB മൊഡ്യൂളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കസ്റ്റമർ പറഞ്ഞ അനുസരിച്ച് ഇതിൽ ഓക്സിലറി ഇൻപുട്ടൊന്നും കസ്റ്റമറിന് ആവശ്യമില്ല എന്ന് പറഞ്ഞു. ബ്ലൂടൂത്ത് USB ഇൻപുട്ടുകൾ മാത്രം മതി. അങ്ങനെ ആണ് ഈ ഒരു ഫ്രണ്ട് അതിൻ്റെ പ്രീ സെക്ഷൻ ഓഡിയോ ഇൻപുട്ട് സെക്ഷൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ പവർ ഔട്ട്പുട്ട്, അതായത് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പേപ്പർ നോക്കുകയാണെങ്കിൽ 68 വാട്ട്സ് മാത്രമാണ് വരുന്നത്. പക്ഷേ പറയുമ്പോൾ 68 വാട്ട്സ് ഉള്ളൂ എങ്കിലും ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി പെർഫോമൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. ഇപ്പം STK IC പോലെ ഇപ്പം 25 വാട്ട്സ് ആണ് 4-on-4 ICക്ക് വരുന്നത്. പക്ഷേ അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്കൊരു 100 വാട്ട്സ് ആംപ്ലിഫയറിന് കേൾക്കുന്ന പോലൊരു ഫീൽ നമുക്ക് കിട്ടും. അതാണ് ആ ICയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ICയുടെ കേസ് എന്ന് പറയുന്നത്. നല്ല ഓഡിയോ ക്വാളിറ്റി ഭയങ്കരമാണ്. ഇപ്പോൾ പേപ്പറിൽ നോക്കുമ്പോൾ നമുക്ക് 68 വാട്ട്സ് പ്ലസ് 68 വാട്ട്സേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അടിപൊളി ഔട്ട്പുട്ടാണ് വരുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടോൺ കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞാൽ വിന്നർ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ഫിലിപ്സിൻ്റെ IC ഉപയോഗിച്ചിട്ടുള്ളൊരു 2-വേ ടോൺ കൺട്രോൾ ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതും കുറച്ച് കോസ്റ്റ്ലിയാണ്. 700 രൂപയാണ് ഈ ഒരു ടോൺ ബോർഡിന് മാത്രമായിട്ട് പ്രൈസ് വരുന്നത്. അപ്പം കസ്റ്റമർ പറഞ്ഞ അനുസരിച്ച് ക്വാളിറ്റി ഉള്ള ബോർഡുകൾ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈഫൈ ക്വാളിറ്റിയിൽ ഓഡിയോ കേൾക്കുന്ന രീതിയിൽ ഉള്ളൊരു ആംപ്ലിഫയർ ആണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബോർഡുകൾ യൂസ് ചെയ്യുന്നത്. കുറച്ച് ബഡ്ജറ്റ് പിടിക്കണമെങ്കിൽ ആ രീതിയിലുള്ള ബോർഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതനുസരിച്ച് നമുക്കും ചെയ്തെടുക്കാവുന്നതാണ്. ട്രാൻസ്ഫോമറിലേക്ക് വരികയാണെങ്കിൽ ട്രിവാൻഡ്രം സൈഡിലുള്ള സൂപ്പർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ട്രാൻസ്ഫോമറാണ് ഈ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളത്. 24-0-24-8 ആംബിയറാണ് മെയിൻ ആംപ്ലിഫയർ സെക്ഷന് വേണ്ടിയിട്ടുള്ള ടാപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു 18-0-18 2 ആംബിയറും 12-0-12 2 ആംബിയറും ടാപ്പിങ്ങുകൾ വരുന്നുണ്ട്. അത് മറ്റ് ഫാനും USB മൊഡ്യൂളും പ്രൊട്ടക്ഷനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സെക്ഷൻ ടാപ്പിങ്ങുകളൊക്കെ വരുന്നത്. പിന്നെ ഇതിന് നോർമലായിട്ട് കൂളിംഗ് ഫാനും അതുപോലെ തന്നെ സ്പീക്കർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബനാന സോക്കറ്റ്സും ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടും വളരെ മിനിമലായിട്ടും വൃത്തിയായിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നീറ്റായിട്ട് വയറിംഗ് ഒക്കെ ചെയ്ത് നോയ്സോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്ലീൻ ആംപ്ലിഫയർ ആയിട്ടാണ് പുള്ളി ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ ടെസ്റ്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ സ്കിപ്പ് ചെയ്ത അവസാനം വരെ കാണുക. അപ്പം ഇതിൻ്റെ കൂടുതൽ ടെസ്റ്റിംഗ് വീഡിയോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു പേജോടെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. നമ്മളിവിടെ കാനഡയിൽ എത്തിയതിന് ശേഷമുള്ള കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ അതിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ വന്നിട്ട് നമുക്ക് ആംപ്ലിഫയറൊക്കെ അസംബിൾ ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ താല്പര്യമുണ്ട്. അതിൻ്റെ വീഡിയോസും വരുന്നുണ്ട്. ഇപ്പം നിലവിൽ നമുക്കിപ്പോൾ ഒരു ആംപ്ലിഫയർ കയ്യിലിരിപ്പുണ്ട്. നാട്ടിലുള്ളൊരു ബ്രാൻഡിൻ്റെ തന്നെയാണ്, പക്ഷേ ഇവിടെ വേറൊരു ബ്രാൻഡ് നെയിമിലാണ് വരുന്നത്. അതിനൊരു ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട്. അപ്പം മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആംപ്ലിഫയറിനെ പറ്റി പറയാനുള്ളത്. ഇതിന് വേണ്ടിയിട്ട് മാച്ചിങ് ആയിട്ട് ഉപയോഗിക്കുന്ന സ്പീക്കർ ബോക്സ് എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡായിട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു സ്പീക്കർ ബോക്സ് തന്നെയാണ്, ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതിൽ ഉപയോഗിച്ചിട്ടെന്ന് പറഞ്ഞാൽ 8 ഇഞ്ചിൻ്റെ ഡൈൻറ്റിയുടെ ഒരു ഊഫർ വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. 2-വേ സ്പീക്കർ ബോക്സ് ആണ്. 8 ഇഞ്ച് 8 ohmsൽ 60 വാട്ട്സ് വരുന്ന രീതിയിലുള്ളൊരു ഊഫറും അതുപോലെ തന്നെ G-Techൻ്റെ ഒരു ട്യൂട്ടറുമാണ് ആ ഒരു 2-വേ സ്പീക്കർ ബോക്സ് വരുന്നത്. ഇതായിരിക്കും ഈ ഒരു ആംപ്ലിഫയറിലേക്ക് പെയർ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്വാളിറ്റിയിൽ. അതായത് പാട്ട് കേൾക്കാനായിട്ട് ഒരു റൂമിലേക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ ഹാളിലേക്കോ ഒക്കെ പാട്ട് കേൾക്കാനും സിനിമ കാണാനൊക്കെ ബെസ്റ്റ് ഒരു ഓഡിയോ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നു ഈ ഒരു ആംപ്ലിഫയറിൽ നിന്ന് കിട്ടും. നമുക്ക് ഇതിൻ്റെ ഒരു പുറമേ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഓഡിയോ ടെസ്റ്റ് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ആംപ്ലിഫയറിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ആംപ്ലിഫയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്റ്റ് ഉള്ള നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇതുപോലുള്ള ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഇവിടെ നമ്മുടെ കാനഡയിൽ കിട്ടുന്ന വിൻറ്റേജ് ആംപ്ലിഫയറുകളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. യമഹയുടെ ഒരു ആംപ്ലിഫയറിൻ്റെ റിവ്യൂ വരുന്നുണ്ട്, സോണിയുടെ ഒരു 5.1 ആംപ്ലിഫയറിൻ്റെ റിവ്യൂ വരുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന റിവ്യൂ യൂണിറ്റുകൾ, ഇവിടെയുള്ള ബ്രാൻഡുകളുടെ റിവ്യൂ യൂണിറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്, അതിൻ്റെ റിവ്യൂസും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഓടി ടെസ്റ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.